Good afternoon. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് റേഡിയേഷൻ ഡിറ്റക്ടേഴ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ പലതരം സെൻസേഴ്സ് കണ്ടു. ഇത് നമ്മൾ ആദ്യം കണ്ടു തെർമോ സെൻസേഴ്സ് കണ്ടു, തെർമൽ സെൻസേഴ്സ്. അതിൽ നമ്മൾ കണ്ടതാണ് RTD, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടറും പിന്നെ തെർമിസ്റ്ററും കണ്ടു. ഓക്കെ, അതിനുശേഷം നമ്മൾ തെർമോ EMF സെൻസർ കണ്ടു. അതിന് എക്സാമ്പിളായിട്ട് തെർമോ കപ്പിളും കണ്ടു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഡിയേഷൻ ഡിറ്റക്ടറാണ്. ഓക്കെ, എന്താണ് റേഡിയേഷൻ ഡിറ്റക്ടർ? റേഡിയേഷൻ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ദ ഡിവൈസസ് വിച്ച് ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് റേഡിയേഷൻ, അല്ലേ? റേഡിയേഷൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യണം. അപ്പോൾ എന്താണ് റേഡിയേഷൻ? റേഡിയേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. സോ അതെങ്ങനെയായിരിക്കും? അത് പാക്കറ്റ്സ് ഓഫ് എനർജി ആയിരിക്കും, ബണ്ടിൽസ് ഓഫ് എനർജി ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് പാക്കറ്റ് ഓഫ് എനർജിയിൽ നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോൺ. അപ്പോൾ റേഡിയേഷൻ ഈസ് ദ എനർജി ട്രാവലിംഗ് ഇൻ ദ ഫോം ഓഫ് പാർട്ടിക്കിൾസ് ഓർ വേവ്സ് ഇൻ ബണ്ടിൽസ് ഓഫ് എനർജി കോൾഡ് ഫോട്ടോൺസ്. ഇപ്പോൾ റേഡിയേഷൻ നമുക്ക് കുറേ എക്സാമ്പിൾസ് നമുക്ക് തന്നെ അറിയാം. എക്സ്റേസ്, ലൈറ്റ്, അതുപോലെ സെൽഫോണിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ഇതെല്ലാം റേഡിയേഷൻസിന് എക്സാമ്പിളാണ്. നമ്മുടെ വീട്ടിൽ മൈക്രോവേവ് ഓവൻ ഉണ്ടെങ്കിൽ ആ മൈക്രോവേവ്സൊക്കെ റേഡിയേഷൻ ഓവന് എക്സാമ്പിളാണ്. സോ എന്താണ് ഈ റേഡിയോ ആക്ടിവിറ്റി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ റേഡിയേഷൻ ഉണ്ടാകുന്നത്? റേഡിയോ ആക്ടിവിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്സ്, തനിയെ ജനറേറ്റഡ് ആകുന്ന പ്രോസസ്സാണ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അൺസ്റ്റേബിൾ ആറ്റം സ്റ്റേബിൾ ആകാൻ വേണ്ടി അതിൻ്റെ ഇലക്ട്രോൺസിനെ ലിബറേറ്റ് ചെയ്യും, എനർജി ലിബറേറ്റ് ചെയ്ത് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരാൻ നോക്കും. സോ അപ്പോൾ എമിറ്റ് ചെയ്യുന്ന എനർജീനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ റേഡിയോ ആക്ടിവിറ്റി ഈസ് എ നാച്ചുറൽ ആൻഡ് സ്പോണ്ടേനിയസ് പ്രോസസ് ബൈ വിച്ച് the unstable atoms of an element emit or radiate excess energy in the form of particles or waves. Unstable atom stable ആകാൻ വേണ്ടിയിട്ട് എക്സസ് എനർജീനെ എമിറ്റ് ചെയ്യുന്നതാണ് റേഡിയോ ആക്ടിവിറ്റി. ആ എമിഷനെ പറയുന്ന പേരാണ് റേഡിയേഷൻസ്. ഓക്കെ, ഇനി അയോണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അയോണൈസേഷൻ എന്ന് പറഞ്ഞാൽ അയോൺസ് ആയിട്ട് ഫോം ചെയ്യാണ്. ഓക്കെ, അയോണൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ജനറേറ്റഡ് ആവുന്നത്? അയോൺസ് ജനറേറ്റഡ് ആകുന്നു. സോ അയോണൈസേഷൻ ഇസ് എ പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ റേഡിയേഷൻ പ്രൊഡ്യൂസ്ഡ് വെൻ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഡീകേ. ഓക്കെ, റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഡീകേ ചെയ്യുമ്പോഴാണ് അയോൺസ് പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. അതിനാണ് അയോണൈസേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ അയോൺസ് പ്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ റേഡിയേഷൻ്റെ അയോണൈസ്ഡ് റേഡിയേഷൻ പ്രൊഡ്യൂസ്ഡ് ആവുന്നത് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഡീകേ ചെയ്യുമ്പോഴാണ്. സോ അവരെന്താണ്? ഹൈലി എനർജറ്റിക് ആയിരിക്കും, ഹൈ എനർജി അതിലുണ്ടാകും. അപ്പോൾ അത് നമുക്ക് എന്തായിരിക്കും? നമുക്ക് ഹസാഡിസ് ആയിരിക്കും. സോ റേഡിയേഷൻ ഡിറ്റക്ടർ എന്താ ചെയ്യുക? റേഡിയേഷൻ ഡിറ്റക്ടർ റേഡിയേഷൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യും, അതിൻ്റെ എമൗണ്ട് മെഷർ ചെയ്യും. ഓക്കെ, ഇതിനാണ് നമ്മൾ കോമൺ ആയിട്ട് റേഡിയേഷൻ ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നത്. സോ റേഡിയേഷൻ ഡിറ്റക്ടർ ഓർ എ പാർട്ടിക്കിൾ ഡിറ്റക്ടർ ഇസ് എ ഡിവൈസ് ദാറ്റ് മെഷേഴ്സ് ദി അയോണൈസേഷൻ ഓഫ് മെനി ടൈപ്സ് ഓഫ് റേഡിയേഷൻ. ഏതൊക്കെ ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് ആണുള്ളത്? ആൽഫ, ബീറ്റ, ഗാമ റേഡിയേഷൻസ്. ഓക്കെ, റേഡിയേഷൻ ഡിറ്റക്ടർ ഇസ് എൻ ഇൻസ്ട്രുമെൻറ്റ് used to detect or identify high energy particles such as those produced by a nuclear decay or cosmic radiation or reactions in a particle accelerator. ഇവിടെയെല്ലാമാണ് നമ്മൾ റേഡിയേഷൻ ഡിറ്റക്ടേഴ്സ് പൊതുവെ യൂസ് ചെയ്യുന്നത്. ഇനി റേഡിയേഷൻ മെഷർമെൻറ്റ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ എന്തൊക്കെ റേഡിയേഷൻ മെഷർമെൻറ്റിൽ ചെയ്യും? സ്പെസിഫിക് എനർജി മെഷർ ചെയ്യാം, കൗണ്ട്സ് പെർ യൂണിറ്റ് ടൈം മെഷർ ചെയ്യാം. Roentgen it is the measure of the amount of gammas that would be required to produce ions that carry 1 electrostatic unit of electric charge in 1 cubic centimeter of dry air. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്യും. ഇനി നമ്മൾ സിലബസ് പ്രകാരം റേഡിയേഷൻ ഡിറ്റക്ടറിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, അവയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്? റേഡിയേഷൻ ഡിറ്റക്ടറിനെ നമ്മൾ പലതരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മെയിനായിട്ട് നമ്മൾ 3 ടൈപ്പിനെയാണ് നമ്മൾ പറയുന്നത്. ഗ്യാസ് ഫീൽഡ് ഡിറ്റക്ടർ, സ്കിൻഡിലേറ്റേഴ്സ്, സോളിഡ് സ്റ്റേറ്റ് ഡിറ്റക്ടേഴ്സ്. 3 ടൈപ്പാണുള്ളത്. ഗ്യാസ് ഫീൽഡ് ഡിറ്റക്ടർ, സ്കിൻഡിലേറ്റേഴ്സ്, സോളിഡ് സ്റ്റേറ്റ് ഡിറ്റക്ടേഴ്സ്. എല്ലാത്തിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് നോക്കാം ഏത് ആപ്ലിക്കേഷനാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇത് യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് സ്കിൻഡിലേറ്റർ എന്താണെന്ന് നോക്കാം. സ്കിൻഡിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവയുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ
റേഡിയേഷൻ ചില മെറ്റീരിയൽസിൽ റേഡിയേഷൻ വീണ് കഴിയുമ്പോൾ അവർ ഗ്ലോ ചെയ്യും, അല്ലെങ്കിൽ സ്കിൻഡിലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ അവയുടെ ആ മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് സ്കിൻഡിലേഷൻ ഡിറ്റക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. സോ ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് സ്കിൻഡിലേഷൻ ഡിറ്റക്ടർ ഈസ് the use of a special material that glow or scintillate when the radiation interact with them. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് സോഡിയം അയോഡൈഡ്. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നമുക്ക് നോക്കാം. കൺസ്ട്രക്ഷനിൽ നമുക്ക് സോഡിയം അയോഡൈഡ് ക്രിസ്റ്റൽ ഉണ്ട്. ആ ക്രിസ്റ്റലിലേക്ക് റേഡിയേഷൻ വീഴാണ് ചെയ്യുന്നത്. എന്ത് സംഭവിക്കും? ഈ മെറ്റീരിയലിലേക്ക് റേഡിയേഷൻ വീണ് കഴിയുമ്പോൾ ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ആവും. ഈ ലൈറ്റ് ഒരു ചെറിയ ഒപ്റ്റിക്കൽ വിൻഡോ ഉപയോഗിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് അതിനെ ഫോട്ടോ കാത്തോഡിലേക്ക് വീഴ്ത്തുന്നു. ഈ ഫോട്ടോ കാത്തോഡിനോട് അറ്റാച്ച് ചെയ്ത് ഒരു ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് ഉണ്ട്. അപ്പോൾ ഫോട്ടോ കാത്തോഡ് എന്താ ചെയ്യുക? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. കാത്തോഡ്സ് അതിനാണല്ലോ. അപ്പോൾ ഒരു ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് ഉണ്ട്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, അത് മൾട്ടിപ്ലൈ ചെയ്യും, ഇലക്ട്രോൺസിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ കാത്തോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് മൾട്ടിപ്ലൈ ചെയ്ത് അതെവിടെ വന്ന് വീഴും? ആനോഡിൽ വന്ന് വീഴും. ആനോഡിനോട് അറ്റാച്ച് ചെയ്ത് നമുക്കൊരു മെഷറിംഗ് ഡിവൈസ് ഉണ്ട്. അപ്പം നമ്മുടെ ഇവിടെ വരുന്ന ഇലക്ട്രോൺസ് ആനോഡിൽ വന്നു കഴിയുമ്പോൾ അത് ലാസ്റ്റ് ആനോഡിൽ വന്നു കഴിയുമ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്യും. സോ ആ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസിന് അനുസരിച്ച് ഈ റേഡിയേഷൻ്റെ സ്ട്രെങ്ത്ത് മെഷറിംഗ് ഡിവൈസിന് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ റേഡിയേഷൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാനും അതിൻ്റെ സ്ട്രെങ്ത്ത് ഡിറ്റക്റ്റ് ചെയ്യാനും ഇതുവഴി സാധിക്കും. സോ എൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്കൊന്നും കൂടി വായിച്ചു നോക്കാം. The light produced from this scintillation process is reflected through a clear window where it interacts with the device called a photomultiplier tube. ഏത് വഴിയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ വിൻഡോ വഴി. ഓക്കെ, എന്നിട്ട് അത് എവിടെ വീഴുന്നു? ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്. ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബിൻ്റെ അറ്റത്ത് എന്തുണ്ട്? ഫോട്ടോ കാത്തോഡ് ഉണ്ട്. ഓക്കെ, the first part of the photomultiplier tube is made up of a photocathode. The photocathode produces electrons when light strikes its surface. എന്ത് ചെയ്തു? ഫോട്ടോകാത്തോഡ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്തു. These electrons are then pulled towards a series of plates called anodes through the application of a positive high voltage. ആനോഡ് നമ്മൾ കൊടുക്കുന്നത് എന്താ? പോസിറ്റീവ് വോൾട്ടേജ് ആണ്, ഹൈ വോൾട്ടേജ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസിനെ ആനോഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യിക്കാനായിട്ട് ഈ വോൾട്ടേജിന് സാധിക്കും. ഓക്കെ, അതൊരു ആനോഡിൽ ഒരു സീരീസ് ഓഫ് പ്ലേറ്റുകളുണ്ട്. ആദ്യത്തെ ആനോഡിൽ അത് ഹിറ്റ് ചെയ്യുമ്പോൾ when the electrons from the photocathode hit the first anode, several electrons are produced for each initial electron hitting its surface. ഓരോ ഇലക്ട്രോൺ ഹിറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് ഫോം ചെയ്ത് ലാസ്റ്റ് ഒരു ബഞ്ച് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇവ അടുത്തതിലേക്ക് പോകും. അങ്ങനെ അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കും. ഇലക്ട്രോൺസിൻ്റെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യും, ഇലക്ട്രോൺസിൻ്റെ സ്ട്രെങ്ത് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ദിസ് ബഞ്ച് ഓഫ് ഇലക്ട്രോൺസ് ഈസ് ദെൻ പുൾഡ് ടുവേർഡ്സ് ദ നെക്സ്റ്റ് ആനോഡ് where more electron multiplication occurs. The sequence continues until the last anode is reached, where the electron pulse is now millions of times larger than it was at the beginning of the tube. ലാസ്റ്റ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ പൾസിൻ്റെ സ്ട്രെങ്ത്ത് വളരെ ഹൈ ആയിരിക്കും. ഇനി ആനോഡിൽ എത്തിക്കഴിയുമ്പോൾ, ഫൈനൽ ആനോഡ്, ലാസ്റ്റ് ആനോഡിൽ എത്തിക്കഴിയുമ്പോൾ, at this point the electrons are collected by an anode at the end of the tube, forming an electronic pulse. This pulse is then detected and displayed by the instrument. ഇതാണ് സ്കിൻഡിലേഷൻ ഡിറ്റക്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ പഠിച്ച രണ്ടാമത്തെ ടൈപ്പ്. എന്തായിരുന്നു? ഗ്യാസ് ഫിൽഡ് ഡിറ്റക്ടേഴ്സ്. ഗ്യാസ് ഫിൽഡ് അയണൈസേഷൻ ഡിറ്റക്ടർ. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചേംബറുണ്ട്. ആ ചേംബറിനകത്ത് നമ്മളൊരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്ത് സംഭവിക്കും? ഈ റേഡിയേഷൻ വന്നു കഴിയുമ്പോൾ ഈ ഗ്യാസ് അയോണൈസ്ഡ് ആവും. അയോണൈസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് പ്രൊഡ്യൂസ്ഡ് ആകും. ഓക്കെ, ഈ ചേംബറിൽ ആനോഡും ഉണ്ട്, ഒരു കാത്തോഡും ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ്ഡ് ആകുമ്പോൾ ഒരു കറണ്ട് ഫോം ചെയ്യും. ആ കറണ്ട് മെഷർ ചെയ്തിട്ടാണ് ഇതിൻ്റെ റേഡിയേഷൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, when the gas in the detector comes in contact with radiation, it reacts with the gas becoming ionized. And then the resulting electronic charge is measured by a meter. ഇതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. So this instrument works on the principle that as radiation passes through air or a specific gas, ionization of the molecules in the air
occur. എന്ത് സംഭവിക്കും? എയർ അയോണൈസ് ചെയ്യും. അയോണൈസ് ചെയ്യുന്നത് കാത്തോഡിനും ആനോഡിനും ഇടയ്ക്ക് അയോൺസ് ഫോം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കാത്തോഡിനും ആനോഡിനും ഇടയ്ക്കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് ഡിറ്റക്ട് ചെയ്തിട്ട് റേഡിയേഷൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യും. ഓക്കെ. When a high voltage is placed between two areas of the gas-filled space, the positive ions will be attracted to the negative side of the detector, which is the cathode, and the free electrons will travel to the positive side, which is the anode. These charges are collected by the anode and cathode, which then form a very small current in the wire going to the detector. By placing a very sensitive current measuring device between the wires from the cathode and anode, the small current is measured and displayed as a signal. The more radiation which enters the chamber, more current is displayed by the instrument. Okay. ഇനി ഗ്യാസ് ഫിൽഡ് ഡിറ്റക്ടേഴ്സ് തന്നെ 3 ടൈപ്സ് ആണ് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. 1 അയോണൈസേഷൻ ചേമ്പേഴ്സ്, 2 പ്രൊപ്പോർഷണൽ കൗണ്ടേഴ്സ്, 3 ജിഷമൂള ട്യൂബ്സ്. ഓക്കെ. ഇതിലെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് അയോണൈസേഷൻ ചേമ്പർ. എല്ലാത്തിനും വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം ആണ്. റേഡിയേഷൻ വന്നു കഴിയുമ്പോൾ ഗ്യാസ് അയോണൈസ്ഡ് ആകും. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? എത്രത്തോളം വോൾട്ടേജ് ഇതിന് റിക്വയർമെൻ്റ് ഉണ്ട്, എത്ര അപ്ലൈഡ് വോൾട്ടേജ് എത്രത്തോളം ആവശ്യമുണ്ട്, ഇതൊക്കെയാണ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന കാര്യം. ഓക്കെ. സോ അയോണൈസേഷൻ ചേമ്പർ വളരെ ലോ വോൾട്ടേജിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, വളരെ ലോ വോൾട്ടേജിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. എന്ത് സംഭവിക്കുന്നു? ഇതിലാകെ പ്രൈമറി അയോൺസ് ഡിറ്റക്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ റേഡിയേഷൻ വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് റേഡിയേഷൻ മൂലം അയോണൈസ്ഡ് ആകുന്ന അയോൺസിനെ മാത്രം ഡിറ്റക്ട് ചെയ്യുന്നു. ഇവിടെ അയോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നില്ല. ഇത് പ്രൈമറി അയോൺസിനെ മാത്രമാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. സോ കറൻറ്റ് ഫ്ലോയിങ് ക്രിയേറ്റഡ് ആയിട്ടുള്ള ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? എത്ര അയോൺ പെയേഴ്സ് ക്രിയേറ്റഡ് ആയിരിക്കുന്നു, എത്ര പ്രൈമറി അയോൺസ് ക്രിയേറ്റഡ് ആയിരിക്കും. സോ എത്ര റേഡിയേഷൻ വന്നു എന്നതിനൊരു മെഷർമെൻറ്റ് നമുക്കിതിൽ നിന്ന് കിട്ടും. പക്ഷേ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് റേഡിയേഷനാണ്, ആൽഫയാണോ ബീറ്റയാണോ ഗാമയാണോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. സ്പെക്ട്രോസ്കോപ്പിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഇത് കുറച്ചും കൂടി എക്സ്പെൻസീവാണ്. ഇത് രണ്ടാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. പക്ഷേ they can be used for survey meters and also in laboratories to establish a reference standard for calibration. Okay, so ഇത് എന്തിനാണ്? At the lower end of the voltage scale for gas field detectors are ionization chambers. വോൾട്ടേജ് സ്കെയിലിനെ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ലോ വോൾട്ടേജ് വേണ്ട, ലോ അപ്ലൈഡ് വോൾട്ടേജ് വേണ്ട ഒരു ഡിവൈസാണ് അയോണൈസേഷൻ ചേമ്പർ, which is a gas filled detector. They operate at a low voltage, meaning that the detector only registers a measurement from the primary ions caused by an interaction with a radioactive photon in the reaction chamber. Radioactive photon radiation വന്നു കഴിയുമ്പോൾ ക്രിയേറ്റഡ് ആവുന്ന പ്രൈമറി അയോൺസിനെ മാത്രമാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. Thus the measurement that the detector records is directly proportional to the number of ion pairs created. Okay, this is particularly useful as a measure of absorbed dose over time. They are very valuable for the measurement of high energy gamma rays. പക്ഷേ ഇതിൽ ഡിസ്ക്രിമിനേഷൻ നടക്കുന്നില്ല. രണ്ടാമത്തെ ടൈപ്പ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ടൈപ്പാണ് പ്രൊപ്പോർഷണൽ ഗ്യാസ് ഫിൽഡ് ഡിറ്റക്ടർ. ഓക്കെ, പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ ഇതിലെന്താ സംഭവിക്കുന്നത്? ഇത് കുറച്ചും കൂടി ഹൈ വോൾട്ടേജിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. തീരെ ലോ വോൾട്ടേജ് അല്ല, കുറച്ചും കൂടി ഹൈ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ചേമ്പറാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ആദ്യം ഇനീഷ്യലി റേഡിയേഷൻ വരുന്നു, ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്നു. ആ ഇലക്ട്രോൺസ് ആനോഡിലേക്ക് മൂവ് ചെയ്യും തോറും ഇലക്ട്രോൺ മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കുന്നു. ഓക്കെ, ഗ്യാസ് ആംപ്ലിഫിക്കേഷൻ എന്ന എഫക്റ്റ് നടക്കുന്നു. ഇലക്ട്രോൺസിൻ്റെ നമ്പർ കൂടുന്നു. സോ ഇതിൽ നിന്ന് എന്താണ്, എത്രത്തോളം ആംപ്ലിഫിക്കേഷൻ നടന്നു എന്നതിൻ്റെ കൗണ്ടാണ് ഫൈനൽ മെഷർമെൻറ്റ് നമുക്ക് തരുന്നത്. അതായത് റേഡിയോ ആക്റ്റീവ് ഫീൽഡിന് എത്രത്തോളം എനർജി ഉണ്ടായിരുന്നു എന്നതിനാണ് ഇത് നമുക്ക് തരുന്ന മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ the next step in the voltage scale of the gas filled detector is the proportional counter. They are generally used device so that for much of the area inside the chamber they form similar to an ion chamber in that interaction with the radiation creates ion pairs. First step same തന്നെയാണ്. റേഡിയേഷൻ എന്ത് ഉണ്ടാക്കുന്നു? അയോൺ പെയേഴ്സ് ഉണ്ടാക്കുന്നു. But they have a strong enough voltage that the ions drift towards detector anode. എനർജി കൂടുതലുണ്ട്, അപ്ലൈഡ് വോൾട്ടേജ് കൂടുതലായതുകൊണ്ട് ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ആനോഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും. ആസ് ദേ അപ്രോച്ച് ദ ഡിറ്റക്ടർ ആനോഡ്
the voltage increases until they reach a point where a gas amplification effect occurs, which means gas amplification means that the original ions created by the reaction with a photon of radiation cause further ionization reactions, which multiply the strength of the output pulse measured across the detector. എന്ത് സംഭവിക്കുന്നത്? ഈ ആദ്യമുണ്ടായ അയോൺസ് വീണ്ടും അയോണൈസ് ചെയ്യും എയറിനെ. അപ്പോൾ കൂടുതൽ അയോൺസ് പ്രൊഡ്യൂസ്ഡ് ആകും. അപ്പോൾ ഔട്ട്പുട്ട് പൾസിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും ഡിറ്റക്ടറിൽ എത്തുന്നത്. അപ്പോൾ റിസൾട്ടിംഗ് പൾസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് ഒറിജിനൽ അയോൺ പെയർസ് ഫോംഡ് വിച്ച് കോറിലേറ്റ് ടു ദി എനർജി ഓഫ് ദി റേഡിയോ ആക്റ്റീവ് ഫീൽഡ്. ഓക്കെ, ഇതിനെ നമുക്ക് സ്പെക്ട്രോസ്കോപ്പി ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം അതിന് ആൽഫയാണോ ബീറ്റയാണോ ഗാമയാണോ എന്ന് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഹൈലി സെൻസിറ്റീവാണ്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി അടുത്തതാണ് ജീഷർ മൂലർ ട്യൂബ് അല്ലെങ്കിൽ ജീഷർ കൗണ്ടർ എന്ന് പറയപ്പെടുന്നത്. ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലൊരു സെൻട്രൽ വയറുണ്ട്. ഫ്രം ദി ഗ്യാസ് ഫിൽ ചേംബർ ക്രോസ് ആയിട്ട് ഒരു സെൻട്രൽ വയർ പോകുന്നുണ്ട്. ഇതിലെന്താ സംഭവിക്കുന്നത്? ഇതിലും പക്ഷേ ആൽഫ ബീറ്റ ഗാമ റേഡിയേഷൻ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനൊന്നും പറ്റുകയില്ല. ഇതിലെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇനീഷ്യലി സംഭവിക്കുന്ന അതേ കാര്യം തന്നെ, റേഡിയേഷൻ വീഴുന്നു, അയോണൈസേഷൻ ഓഫ് ദി ഗ്യാസ് ടേക്സ് പ്ലേസ്. ഓക്കെ, ഇതെന്ത് ചെയ്യും? എലോങ് ദി ലെങ്ത് ഓഫ് ദി ട്യൂബ് ഇത് മൾട്ടിപ്ലൈ ചെയ്യും. ഗ്യാസ് ആംപ്ലിഫിക്കേഷൻ എഫക്റ്റ് നടക്കും. എലോങ് ദി ലെങ്ത് ഓഫ് ദി ഡിറ്റക്ടർ ഗ്യാസ് ആംപ്ലിഫിക്കേഷൻ എഫക്റ്റ് നടക്കും. കാരണം സെൻട്രലി ഒരു വയർ പോകുന്നുണ്ട്. സോ അത് അലോങ് ദി ലെങ്ത് മുഴുവൻ ഗ്യാസ് ആംപ്ലിഫിക്കേഷൻ നടക്കും. അങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് ഫൈനലി എത്തുന്നത് വളരെ ഹൈ വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഒരു പൾസ് ഇതിന് എന്താ വെച്ചാൽ വീഴുന്ന റേഡിയേഷൻ്റെ സ്ട്രെങ്ത്തിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വീഴുന്ന റേഡിയേഷൻ്റെ സ്ട്രെങ്ത്തിനെ ഇതിൻ്റെ മെഷർമെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ചെറിയൊരു പൾസ് ഓഫ് റേഡിയേഷൻ വീണാലും കുറച്ച് കൂടുതൽ സ്ട്രെങ്ത് ഉള്ള റേഡിയേഷൻ വന്നാലും ഇതിൽ ഗ്യാസ് ആംപ്ലിഫിക്കേഷൻ എഫക്റ്റ് നടക്കും. കാരണം ഇത് വളരെ ഹൈ വോൾട്ടേജിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ അത് ഡിറ്റക്റ്റ് ചെയ്യാനും സ്ട്രെങ്ത് മെഷർ ചെയ്യാനും രണ്ടിനു വേണ്ടിയും ജീഷർ മൂലർ ട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പൾസിനെ ഡിറ്റക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് റീസെറ്റ് ചെയ്യും. റീസെറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യണേ. ഒന്നുകിൽ അതിൻ്റെ ആനോഡ് വോൾട്ടേജ് കുറച്ച് കുറയ്ക്കും. അങ്ങനെ വരുമ്പോൾ വരുന്ന ഇലക്ട്രോൺസൊക്കെ റീകമ്പൈൻ ചെയ്തിട്ട് ഇനേർട്ട് സ്റ്റേറ്റിലേക്ക് പോകും. അല്ലെങ്കിലോ ഒരു ഹാലോജൻ ഗ്യാസിനെ അവിടെ യൂസ് ചെയ്യും. ആനോഡിൽ അവിടെ ഹാലോജൻ ഗ്യാസ് യൂസ് ചെയ്യും. ഹാലോജൻ ഗ്യാസിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവർ അയോൺസിനെ അബ്സോർബ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഓരോ പ്രാവശ്യവും റീസെറ്റ് ചെയ്യും. ഈ റീസെറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ക്വെഞ്ചിങ്. ക്വെഞ്ചിങ് എന്നാണ് അതിനെ പറയുന്നത്. സോ ഇത് കൗണ്ട് ചെയ്യാനായിട്ട്, നമ്പർ ഓഫ് പൾസസിനെ കൗണ്ട് ചെയ്യാനായിട്ട്, നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് പൾസസിനെ കൗണ്ട് ചെയ്യാനായിട്ട് GM ട്യൂബ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഒന്ന് സ്കിൻഡിലേഷൻ ഡിറ്റക്ടർ, രണ്ട് ഗ്യാസ് ഫിൽഡ് ഡിറ്റക്ടർ. ഓക്കെ, അടുത്തതാണ് നമുക്ക് സോളിഡ് സ്റ്റേറ്റ് ഡിറ്റക്ടർ. സോളിഡ് സ്റ്റേറ്റ് ഡിറ്റക്ടർ ആസ് ദ നെയിം സേസ്, സോളിഡ് സ്റ്റേറ്റ് ഡിറ്റക്ടറിൽ യൂസ് ചെയ്യുന്നത് സെമി കണ്ടക്ടേഴ്സാണ്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് വിച്ച് ഇസ് സെമി കണ്ടക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സെമി കണ്ടക്ടർ ലൈക്ക് സിലിക്കൺ യൂസ് ചെയ്യാം. വേറെ മെറ്റീരിയൽസ് ജെർമാനിയം, കാഡ്മിയം ടെലൂറൈഡ്, കാഡ്മിയം സിങ്ക് ടെലൂറൈഡ്, ഇതൊക്കെ നമുക്കിവിടെ യൂസ് ചെയ്യാം. എന്ത് ചെയ്യുന്നു? നമുക്കറിയാം സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയ്ക്കാണ് അതിൻ്റെ റെസിസ്റ്റൻസും കണ്ടക്റ്റൻസും എല്ലാം. അപ്പോൾ അവയ്ക്ക് എന്താണ്? അവയ്ക്ക് നോർമലി നമ്മൾ പറയും 4 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ബാൻഡിലുള്ളതെന്ന്, ഔട്ടർ ഷെല്ലിലുള്ളതെന്ന്. അപ്പോൾ എന്ത് സംഭവിക്കും? അവയ്ക്ക് ചാർജ് കാരിയേഴ്സ് ഉണ്ടാവും അല്ലേ? അതായത് ഒന്നുകിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകാം, കുറച്ച് ചെറിയൊരു അപ്ലൈഡ് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഫ്രീ ഹോൾസ് ഉണ്ടാകും. ഓക്കെ, വിച്ച് ഇസ് ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺസ്. സോ എന്ത് സംഭവിക്കും? 2 ലെയർ ഈ സോളിഡ് സ്റ്റേറ്റ് റേഡിയോ ആക്റ്റീവ് ഡിറ്റക്ടറിന്, റേഡിയേഷൻ ഡിറ്റക്ടർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ലെയർ ഓഫ് സിലിക്കൺ കണ്ടക്ടർ, സെമി കണ്ടക്ടർ മെറ്റീരിയൽ എടുക്കുന്നു. ഒന്ന് N ടൈപ്പാണ്, അതായത് എക്സസ് ഇലക്ട്രോൺസ് ഉള്ള മെറ്റീരിയലും, ഒന്ന് P ടൈപ്പ് സിലിക്കണും എടുക്കുന്നു. P ടൈപ്പ് എന്ന് പറയുമ്പോൾ എക്സസ് ഹോൾസ് ഉണ്ട്. ഇത് രണ്ടിനെയും ഒരു സെപ്പറേഷൻ ഓഫ് ഡിസ്റ്റൻസ് നമ്മൾ കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് N ടൈപ്പിൽ നിന്നുള്ള ഇലക്ട്രോൺസും P ടൈപ്പിൽ നിന്ന് ഇലക്ട്രോൺസും സെൻറ്ററിലേക്ക് വന്നിട്ട് ജംഗ്ഷനിൽ അവർ റീകമ്പൈൻ ചെയ്യും. അവിടെ ഒരു ഡിപ്ലീഷൻ സോണ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു സോളിഡ് സ്റ്റേറ്റ് ഡിറ്റക്ടറിലേക്ക്, അതായത് N ടൈപ്പും P ടൈപ്പും 2 വോൾസ് ആയിട്ടുണ്ട്, സെൻറ്ററിൽ ഒരു ഡിപ്ലീഷൻ സോണുമുള്ള ഇതിലേക്ക് റേഡിയേഷൻ വന്നു കഴിയുമ്പോൾ റേഡിയേഷൻ ഈ ഡിപ്ലീഷൻ സോൺ, അതായത് ഇലക്ട്രോൺസും ഹോൾസും ഇല്ലാത്ത ഡിപ്ലീഷൻ സോണിനെ റീ അയോണൈസ് ചെയ്യും.
റീ അയോണൈസ് ചെയ്യും, അതായത് അവനെ വീണ്ടും അയോണൈസ് ചെയ്യും, ഇലക്ട്രോൺസും ഹോൾസും പ്രസൻസ്ഡ് ആവും. ആ റീ അയോണൈസ് ചെയ്ത് അവിടെ പോസിറ്റീവ് നെഗറ്റീവ് അയോൺ വരുമ്പോൾ ഓരോ പൾസും വരുമ്പോൾ റീ അയോണൈസ് ചെയ്യും. അതിൽ നിന്ന് റേഡിയേഷൻ്റെ പ്രസൻസ് ഇവർക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതിന് ക്വിക്ക് റെസ്പോൺസ് ടൈമാണ്. ഹൈ എമൗണ്ട് ഓഫ് റേഡിയേഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. വളരെ സ്മോൾ സൈസ് ആണ്. ഇതൊക്കെയാണ് വളരെ ലോവർ വോൾട്ടേജിൽ അത് ഓപ്പറേറ്റ് ചെയ്യും. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് റേഡിയേഷൻ സെൻസറാണ്. റേഡിയേഷൻ സെൻസർ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ്റെ പ്രസൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയും അതിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. 3 ടൈപ്പാണ് പറഞ്ഞത്: സ്കിൻഡിലേഷൻ ഡിറ്റക്ടർ, ഗ്യാസ് ഫീൽഡ് ഡിറ്റക്ടർ, സോളിഡ് സ്റ്റേറ്റ് ഡിറ്റക്ടർ. സ്കിൻഡിലേഷൻ ഡിറ്റക്ടറിൽ എന്താണ്, നമ്മളൊരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു. ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താ, റേഡിയേഷൻ വന്നു കഴിയുമ്പോൾ അത് ഗ്ലോ ചെയ്യും. ഗ്ലോ ചെയ്യുമ്പോൾ ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ആവും. ആ ലൈറ്റിനെ ഒരു ട്യൂബ് വഴി നമ്മൾ ഫോട്ടോ കാത്തോഡിലേക്ക് ചെയ്യുന്നു. ഫോട്ടോ കാത്തോഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വീണ് കഴിയുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺസ് ഒരു ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബിലൂടെ പോകുന്ന വഴിക്ക് അത് ഇലക്ട്രോൺസിൻ്റെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യും. അതിനൊരു ആനോഡിൽ കണക്ട് ചെയ്യും. ആ ഇലക്ട്രോൺസിൻ്റെ സ്ട്രെങ്ത്തിനെ അനുസരിച്ച് അതിനെ റേഡിയേഷൻ്റെ പ്രസൻസും അതിൻ്റെ സ്ട്രെങ്ത്തും മെഷർ ചെയ്യും. ഇതാണ് സ്കിൻഡിലേഷൻ ഡിറ്റക്ടർ. ഗ്യാസ് ഫീൽഡ് ഡിറ്റക്ടറിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് ഫീൽഡ് ചേംബർ ഉണ്ടാകും, കാത്തോഡും ആനോഡും ഉണ്ടാകും. അതിനെ അക്രോസ് ആയിട്ട് ഒരു മെഷറിംഗ് ഡിവൈസും കണക്ട് ചെയ്യും. എന്ത് സംഭവിക്കുന്നത്, റേഡിയേഷൻ വന്നു കഴിയുമ്പോൾ ഈ ഗ്യാസ് അയോണൈസ്ഡ് ആകും. അപ്പോൾ അയോണൈസ്ഡ് ആകുമ്പോൾ കാത്തോഡിനും ആനോഡിനും അക്രോസ് ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിൽ നിന്ന് മെഷറിംഗ് ഡിവൈസ് റേഡിയേഷൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യും. ഗ്യാസ് ഫീൽഡ് ഡിറ്റക്ടർ അതിന് 3 ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി സ്ട്രെങ്ത് ഓഫ് ദി അപ്ലൈഡ് വോൾട്ടേജ്. അയോൺ ചേംബർ പറഞ്ഞു, പ്രൊപ്പോർഷണൽ കൗണ്ടർ പറഞ്ഞു, GM ട്യൂബ് പറഞ്ഞു. അയോൺ ചേംബർ എന്ന് പറയുന്നതാണ് ഏറ്റവും ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്നത്. അതിലെന്താ സംഭവിക്കുന്നത്, റേഡിയേഷൻ വരുമ്പോൾ അയോണൈസ് ചെയ്യുന്നു. പിന്നീട് അതിൽ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും നടക്കുന്നില്ല. ആ പ്രൈമറി അയോൺസ് ഒരു ചെറിയൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ടിനെ ഡിറ്റക്ട് ചെയ്യും. പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അയോൺ ചേംബർ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് പ്രൊപ്പോർഷണൽ കൗണ്ടർ. അവിടെ എന്താ പ്രൊപ്പോർഷണൽ കൗണ്ടർ, റേഡിയേഷൻ വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് പ്രൈമറി അയോണൈസേഷൻ നടക്കും. എയറിൽ അയോണൈസേഷൻ നടന്നു കഴിയുമ്പോൾ, ആ ചേംബറിൽ അയോണൈസേഷൻ നടന്നു കഴിയുമ്പോൾ പ്രൈമറി അയോൺസ് ഫോം ചെയ്യും. ഈ അയോൺസ് ത്രൂ ദി ആനോഡ് മൂവ് ചെയ്യുന്തോറും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഗ്യാസ് ആംപ്ലിഫിക്കേഷൻ എഫക്റ്റ് നടക്കും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മൾട്ടിപ്ലൈ ചെയ്യും, സ്ട്രെങ്ത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എനർജി ഓഫ് ദി റേഡിയേഷൻ ഫീൽഡ് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം. മൂന്നാമത്തെ GM ട്യൂബാണ്. GM ട്യൂബിൽ എന്താണ്, ത്രൂ ഔട്ട് ദി ലെങ്ത് ഓഫ് ദി ഡിവൈസ് ഒരു വയർ പോകുന്നുണ്ടാകും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക, അതിൽ എന്താ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പൾസ് വീണാലോ മതി, അത് ഡിറ്റക്റ്റ് ചെയ്യും. അയോണൈസേഷൻ നടക്കും. അയോണൈസേഷൻ ത്രൂ ഔട്ട് ദ ലെങ്ത് ഇങ്ങനെ ചെയ്യും. നടന്നു കഴിയുമ്പോൾ അതിനെന്ത് സംഭവിക്കും, ഗ്യാസ് ആംപ്ലിഫിക്കേഷൻ നടക്കും. ഫൈനലി നമുക്ക് സ്ട്രെങ്ത് ഓഫ് ദി റേഡിയേഷൻ മെഷർ ചെയ്യാൻ പറ്റും. ഓരോ പൾസും വന്നു കഴിയുമ്പോൾ അതിൽ വരുന്ന പൾസ് എത്ര ഫീബിൾ ആണെങ്കിലും ഇത് കൗണ്ട് ചെയ്യും. ഹയർ വോൾട്ടേജിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് GM ട്യൂബ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതും GM ട്യൂബാണ്. ഓരോ പൾസും കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനെ റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, ആനോഡിൻ്റെ അവിടെ എൻ്റെ വോൾട്ടേജ് ചെറുതായിട്ടൊന്ന് താഴ്ത്തി കഴിഞ്ഞാൽ അവിടെ റീകമ്പൈൻ ചെയ്തിട്ട് അയോൺസൊക്കെ ഇനേർട്ട് സ്റ്റേറ്റിലേക്ക് പോകും. അല്ലെങ്കിൽ അവിടെ ഒരു ഹാലോജൻ ഗ്യാസ് കീപ്പ് ചെയ്താൽ ആ ഹാലോജൻ ഗ്യാസ് അയോൺസിനെ എബ്സോർബ് ചെയ്യും, എന്നിട്ടും അതിനെ ഇനേർട്ട് സ്റ്റേറ്റിലേക്ക് എത്തിക്കും. സോ ഈ റീസെറ്റിംഗ് പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ക്വെഞ്ചിങ്. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞത് സോളിഡ് സ്റ്റേറ്റ് ഡിറ്റക്ടറാണ്. സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് സോളിഡ് സ്റ്റേറ്റ് ഡിറ്റക്ടർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. നമുക്ക് സിലിക്കൺ, ജെർമാനിയം, കാഡ്മിയം ടെലൂറൈഡ്, കാഡ്മിയം സിങ്ക് ടെലൂറൈഡ് ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യും ഇത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. ഇതിലെങ്ങനെയാണ്, ഒരു 2 പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. സോളിഡ് സ്റ്റേറ്റ് ഡിറ്റക്ടറിൽ 2 പ്ലേറ്റ് യൂസ് ചെയ്യുന്നു. ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ N ടൈപ്പ് മെറ്റീരിയലാണ്, രണ്ടാമത്തത് P ടൈപ്പാണ്. ഇൻ ബിറ്റ്വീൻ ഒരു സ്പേസ് ഉണ്ടാകും. എന്ത് സംഭവിക്കും, N ടൈപ്പിൽ നിന്ന് ഹോൾസും N ടൈപ്പിൽ നിന്ന് ഇലക്ട്രോൺസും P ടൈപ്പിലെ ഹോൾസും അട്രാക്ട് ചെയ്ത് ഇൻ ബിറ്റ്വീൻ സ്പേസിൽ അത് റീകമ്പൈൻ ചെയ്ത് ഡിപ്ലീഷൻ സോൺ ഉണ്ടാക്കും. ഈ ഡിപ്ലീഷൻ സോണിലേക്ക് റേഡിയേഷൻ വന്നു കഴിയുമ്പോൾ ഡിപ്ലീഷൻ സോണ് അയോണൈസ് ചെയ്ത് ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ടാക്കും. അങ്ങനെ നമുക്ക് റേഡിയേഷൻ്റെ പ്രസൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും.
ഇത് ക്വിക്ക് റെസ്പോൺസ് ടൈമാണ്, ഹൈ എമൗണ്ട് ഓഫ് റേഡിയേഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും, സ്മോളർ സൈസാണ്, ലോ വോൾട്ടേജിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് സോളിഡ് സ്റ്റേറ്റ് ഡിറ്റക്ടേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ്. ഇത്രയുമാണ് റേഡിയേഷൻ ഡിറ്റക്ടേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ദെൻ, താങ്ക് യു ഡിയർ.